കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ 2026 സാർ ഒരു നല്ല സ്റ്റഡി ഗൈഡ് സജസ്റ്റ് ചെയ്യുമോ? പിന്നെന്താ ചെയ്യാമല്ലോ. ഒരു ലോ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഒരു LLB എൻട്രൻസ് സ്റ്റഡി ഗൈഡ്. എന്തുകൊണ്ട് ഒരു സ്റ്റഡി ഗൈഡ് വേണം? നമുക്കറിയാം ഇത്രയും കോമ്പറ്റീഷനുള്ളൊരു പരീക്ഷയാണ് ഇല്ലേ. ഒരു കൺസിസ്റ്റൻറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്ത് ഒരു മെറിറ്റ് സീറ്റ് നമുക്ക് എന്ത് ചെയ്തു ഒപ്പിക്കാൻ പറ്റുള്ളൂ. മോർ സ്പെസിഫിക്കലി ഗവൺമെൻറ് മെറിറ്റ് സീറ്റ്. എന്നെ അറിയുന്നവരോട് ഞാൻ പറയാറുള്ള കാര്യമാണ്, ഡോണ്ട് സെറ്റിൽ ഫോർ ദ മിനിമം, ഓൾവേസ് എയിം ഫോർ ദ ടോപ്പ്. അപ്പോൾ ഒരു LLB എൻട്രൻസ് ഗൈഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഗൈഡിൽ നിർബന്ധമായി വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ ഗൈഡ് നമ്മുടെ സിലബസ് പ്രോപ്പർലി കംപ്ലീറ്റ്ലി കോംപ്രിഹെൻസീവ്ലി കവർ ചെയ്യുന്ന ഒന്നായിരിക്കണം. നമുക്കറിയാം 4 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് നമ്മുടെ LLB എൻട്രൻസിനുള്ളത് ഇല്ലേ. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, പിന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ 4 സബ്ജക്റ്റുകളുടെയും തിയറി നോട്ട്സ്, അതുപോലെ തന്നെ ആ ടോപ്പിക്സ് പ്രോപ്പറായിട്ട് കവർ ചെയ്യണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഈ ടോപ്പിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിലുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഗൈഡിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഒരു ഗൈഡ് ഉണ്ടോ? ഗൈഡുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് ദ റൈറ്റ് വൺ. ജോബ് സെക്യൂറ കാലിക്കറ്റ് ബേസ്ഡ് ആണ്. ലോ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ആണ്. ഒരു 10-17 കൊല്ലമായിട്ട് ഈ ലോ എൻട്രൻസ് കോച്ചിങ് മേഖലയിലുള്ളവരാണ്. വൺ ഓഫ് ദ പൈനിയേഴ്സ് ഇൻ ദിസ് ഫീൽഡ്. അപ്പോൾ അവരുടെ 2026 LLB എൻട്രൻസുകൾക്ക് വേണ്ടിയുള്ള ലേറ്റസ്റ്റ് എഡിഷൻ ഗൈഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ഗൈഡ് റിവ്യൂ ചെയ്തുകൊണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്കറിയുന്നൊരു കാര്യമാണ്, കേരളത്തിലെ 4 പ്രമുഖ സർക്കാർ ലോ കോളേജിലേക്ക് നടത്തുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എൻട്രൻസ് ആണ് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. ഏറ്റവും കൂടുതൽ ആസ്പിരൻസ് ഉള്ള പരീക്ഷയും കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇതിനു പുറമെ ക്യുസാറ്റിൻ്റെ ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തുന്ന ക്യുസാറ്റ് കാറ്റ് ലോ എൻട്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുടെ ലോ ഡിപ്പാർട്ട്മെൻറ്റായ സിൽറ്റിലേക്ക് നടത്തുന്ന MG യൂണിവേഴ്സിറ്റി കാറ്റ് ലോ എൻട്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കണ്ണൂർ കാറ്റ് ലോ എൻട്രൻസ്. അതുപോലെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ LLB സീറ്റുകളിലേക്ക് നടത്തുന്ന AMU കാറ്റ് ലോ എൻട്രൻസ് ഉണ്ട്. ഈ മേൽപ്പറഞ്ഞ എൻട്രൻസുകളെല്ലാം പ്രിപ്പയർ ചെയ്യാൻ ഈ ഒരൊറ്റ ഗൈഡ് മതി. ജോബ് സെക്യൂരിയുടെ 2026 LLB എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ള ലേറ്റസ്റ്റ് എഡിഷൻ ഗൈഡ്. സോ വൺ ഗൈഡ് ഫോർ ഓൾ എൻട്രൻസസ്. അപ്പോൾ നമുക്ക് ഈ ഗൈഡ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് നോക്കാം. ജോബ് സെക്യൂർ LLB എൻട്രൻസ് എക്സാമിനേഷൻ ഗൈഡ്, updated with the new criminal laws and latest exam pattern, including previous year question papers, compatible for all LLB entrance examinations. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു 3-4 എൻട്രൻസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ഓരോ എൻട്രൻസിനും ഓരോ ഗൈഡ് വെച്ച് പർച്ചേസ് ചെയ്ത് നമുക്ക് പൈസ കളയേണ്ട ആവശ്യമില്ല. പിന്നെ തിയറി നോട്ട്സ് ഓൺ ഓൾ സബ്ജക്ട്സ് വിത്ത് MCQs, 1 minute ലേണിംഗ് ഫോർ ഈസി ലേണിംഗ്, ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ്, എ ബുക്ക് വിത്ത് വീഡിയോ ലെക്ചേഴ്സ്, റിയൽ ടൈം അപ്ഡേറ്റ്സ് ഓൺ കറണ്ട് അഫയേഴ്സ് ആൻഡ് ലോ വിത്ത് ലോ മിനിറ്റ്സ്, മോർ ദാൻ 11,000 MCQs. ബാക്ക് സൈഡിൽ നമുക്ക് കുറച്ച് ഹാപ്പി ഫേസസ് കാണാം. ഇവർ ഹാൾ ഓഫ് ഫെയിം ആണ്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുന്നത്തെ വർഷമൊക്കെ ജോബ് സെക്യൂറിൽ പഠിച്ച് ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയവരുടെ ഫോട്ടോ ഒക്കെയാണ്. അപ്പോൾ നാളെ നിങ്ങളുടെ ഫോട്ടോയും ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് നെക്സ്റ്റ് തുറന്ന് നോക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ 4th എഡിഷൻ ഗൈഡ് മെയിൻലി കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ പറയുന്നുണ്ട്. ജനറൽ ഇംഗ്ലീഷ്, GK, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതുപോലെ തന്നെ തിയറി നോട്ട്സ് ഓൺ സബ്ജക്ട്സ് വിത്ത് MCQs. പിന്നെ അതുപോലെ തന്നെ ഇത് മറയ്ക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് നോട്ടബിൾ ആയിട്ടുള്ള 2 ഫീച്ചേഴ്സ് എനിക്ക് മനസ്സിലായി. ഒന്നെന്ന് പറയുന്നത്, കൃത്യമായിട്ട് ഒരു പേജിൽ 2 പേജിലായിട്ട് അവർ കൃത്യമായിട്ട് 3 എൻട്രൻസുകൾ, കേരള ലോ എൻട്രൻസിൻ്റെയും ക്യുസാറ്റിൻ്റെയും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെയും സിലബസും അവരുടെ എക്സാം പാറ്റേണും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള കാര്യം. നമ്മൾ ആദ്യം ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പരീക്ഷയുടെ സിലബസാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് ഇതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും എത്ര മാർക്സാണ് ഈച്ച് ക്വസ്റ്റ്യനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് നോട്ടബിളായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പേജിൽ ഈ ഗൈഡ് പർച്ചേസ് ചെയ്യുന്നവർക്കൊരു സ്പെഷ്യൽ പേർക്കായിട്ടൊരു കാര്യം കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ഒരു പേജിൽ ഇവരൊരു ബാർകോഡ് കൊടുത്തിട്ടുണ്ട്. ആ ബാർകോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ വീഡിയോ ലെക്ചേഴ്സ്, അതുപോലെ തന്നെ GK ഡൈജസ്റ്റ്, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ഇവരുടെ ക്ലാസ്സുകളിലേക്കുള്ള ഫ്രീ ആക്സസ്. ഓക്കെ, നല്ലൊരു പരിപാടിയല്ലേ? ഈ ഗൈഡ് പർച്ചേസ് ചെയ്യുന്നവർക്ക് അവർ കൊടുക്കുന്ന ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ്.
ഈ ഗൈഡ് പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു 3rd or 4th പേജിലൊക്കെ ആയിട്ട് ഒരു ബാർകോഡ് ഉണ്ട്. ആ ബാർകോഡിലൂടെ നമുക്ക് എന്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീഡിയോ ലെക്ചേഴ്സും അതുപോലെ GK ഡൈജസ്റ്റ്, കറണ്ട് അഫെയർസ്, അപ്ഡേറ്റ്സ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ആക്സസ് കിട്ടും. പിന്നെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ് പേജ് നമുക്ക് നോക്കാം. നമുക്ക് കണ്ടൻറ് പേജിൽ മെയിനായിട്ട് സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4 ആൻഡ് സെക്ഷൻ 5 ആണുള്ളത്. സെക്ഷൻ 1 ഇംഗ്ലീഷാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് അവരുടെ മെയിനായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സ് ഒക്കെ കോംപ്രിഹെൻസീവായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പ്രിപ്പോസിഷൻ, സ്പോട്ട് ദ എറർ, ഫില്ല് ദ ബ്ലാങ്ക്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, റീഡിങ് ആൻഡ് കോംപ്രിഹെൻഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ചോദ്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്ഷൻ 2 എന്ന് പറയുന്നത് ജനറൽ നോളേജ്. ഓക്കെ, ജനറൽ നോളേജ് ഭാഗമായാലും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കൃത്യമായിട്ട് GK പോർഷൻസ് ഒക്കെ ഇവർ കവർ ചെയ്ത് പോകുന്നുണ്ട്. കോംപ്രിഹെൻസീവ് അതും വൃത്തിക്കും നല്ല അടിപൊളിയായിട്ട് ഇവർ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അതിൽ എനിക്ക് നോട്ടബിളായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫൈൻഡ് ഇറ്റ് ബൈ യുവർ സെൽഫ്സ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി സീരീസ് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി സീരീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏരിയാസ് ഇവർ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ കണ്ടെത്തി, നമ്മൾ സ്വയം കണ്ടെത്തി എഴുതി പഠിക്കണം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ നോളേജ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മൾ കോമ്പറ്റീറ്റീവ് ആകാനൊക്കെ ഒരുപാട് ബെനിഫിറ്റ് തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ സെക്ഷൻ 3 എന്ന് പറയുന്നത് ലോ ആണ്. ലോ നല്ല കോംപ്രിഹെൻസീവായിട്ട് അടിപൊളിയായിട്ട് നീറ്റായിട്ട് അവർ ഡീൽ ചെയ്തിട്ട്. അപ്പോൾ ഈ ലോ പോർഷൻ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് നോട്ടബിളായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവർ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നു. ഒരു ബിഗിനറെ സംബന്ധിച്ചോളം ലീഗൽ ടേംസും മാക്സിംസും കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഈ ലോ സബ്ജക്ട്സ് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലീഗൽ ടേംസും മാക്സിംസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പോയ വർഷം ചോദ്യപേപ്പറിൽ കൊണ്ടുതാനും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ലീഗൽ കോഡ്സ് ഓൺ ലോ, പ്രധാനമായിട്ടുള്ള എമിനൻ്റ് ആയിട്ടുള്ള ജൂറിസ്റ്റുകൾ പറഞ്ഞ ലോനെ പറ്റിയുള്ള കോഡ്സ് അത് ആരാ പറഞ്ഞു കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ അടിപൊളിയായിട്ട് ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സെക്ഷൻ 4 പ്രധാനമായിട്ട് അരിത്തമെറ്റിക്കും ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും അരിത്തമെറ്റിക്കൽ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിലും പ്രധാനമായിട്ട് ടോപ്പിക്സൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സെക്ഷൻ 5 പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മുടെ 2025 24 ക്ലിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. പിന്നെ കുസാറ്റിൻ്റെയും കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അങ്ങനെ മൊത്തം ടോട്ടലി ഒരു നല്ലൊരു ഡീലാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞില്ല, ഒരു മെയിനായിട്ടൊരു ഗൈഡിന് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ബുക്കിൽ പ്രധാനമായിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമലി ലോ എൻട്രൻസ് ഗൈഡുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇംഗ്ലീഷും ലോയും അവർ വൃത്തിക്ക് ഡീൽ ചെയ്യും, വൃത്തിക്ക് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ GKയും അതുപോലെ തന്നെ മാത്സിലേക്കും വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, അവർ ചില കണ്ടന്റിലൊക്കെ ഒന്ന് കോംപ്രമൈസ് നടത്തും. പക്ഷേ ഈ ഒരു ഗൈഡിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്സും 4 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ, അതിൽ വരുന്ന സബ് ടോപ്പിക്സ് ഇതെല്ലാം നല്ല കോംപ്രിഹെൻസീവായിട്ട് നീറ്റായിട്ട് ഈക്വൽ വെയിറ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ ബുക്ക് മൊത്തത്തിലൊന്ന് ഞാൻ അരിച്ചു പെറുക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലോഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഏകദേശം 11,000-ന് മേളിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഈ ബുക്കിലുണ്ട്. അപ്പം ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നതിനൊപ്പം നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ നമ്മൾ സബ്ജക്റ്റിൽ നമ്മൾ തറ ആവുകയുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് ഈ ബുക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് കണ്ട് ഈ വർഷം എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്നറിയാം. ആ കുട്ടികൾക്കൊക്കെ ഞാൻ സത്യം പറഞ്ഞ് ഈ ഒരു ഗൈഡ് സജസ്റ്റ് ചെയ്യാണ്. ദിസ് വിൽ ബി എ ഗുഡ് വൺ ഫോർ യു. അല്ലേ, ഒരു നല്ല ഡീലാണ് ഈ ബുക്ക്. അത്യാവശ്യം എല്ലാം നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ബുക്കിൻ്റെ MRP റേറ്റ് വരുന്നത് 550 രൂപയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഓഫർ പ്രൈസിന് നമ്മൾ 430 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഹായ് അയച്ചാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഗൈഡ് കൊറിയർ ചെയ്തു തരും. സോ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം നല്ലൊരു ഗൈഡ് കാണുന്നത്. അപ്പോൾ ആ ഗൈഡിനെ പറ്റി റിവ്യൂ ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനിയും വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ ഒരു എന്ത് ചെയ്യുക പീക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ +2 പരീക്ഷ ഡിഗ്രി പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇനിയപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഫുൾ സ്കെയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, സാർ ഇനി പഠിച്ചാൽ നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി പറ്റും. ഓക്കെ, ഡെഫിനറ്റ്ലി പറ്റും. 2 മാസം പ്രോപ്പറായിട്ട് ഇരുന്ന് പഠിക്കുക, മോട്ടിവേറ്റഡ് ആവുക, സ്റ്റഡി ആയിട്ട് പ്രോപ്പർ സ്റ്റഡി എടുക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണ്, ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.